ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നത് സൗദിയിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞ വർഷം എങ്ങാനും ചെയ്തതാണ്. യെസ് ഗൈസ്, അപ്പൊ ഇന്ന് ഒരു ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂട്ടത്തിൽ ലൈക്കും എന്തെങ്കിലും ഒരു കമന്റും കൂടി ഇട്ടോളി. ആ കമന്റ് ബോക്സ് ഇതാ നിങ്ങൾക്കായിട്ട് ഞാൻ വിട്ട് തന്നേക്കാണ്. നമ്മുടെ വ്ലോഗ്സ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ പുതിയ സജഷൻസ് വല്ലതും കൊണ്ടുവരാനോ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാലോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. സാധാരണ എനിക്ക് ഫ്രൈഡേസിൽ കുക്ക് ചെയ്യാൻ നല്ല മടിയാണ്. ഇന്നിപ്പോ തട്ടിക്കുട്ടി ഒരു നെയ്ച്ചോറ് സെറ്റ് ആക്കാന്ന് കരുതി. ഇന്നിപ്പോ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം ഞാനിന്ന് വ്ലോഗ് എടുക്കണോണ്ടാണ്. അല്ലേ പിന്നെ ഈ വ്ലോഗിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് വ്ലോഗ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഡെഡ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ഡെഡ് ആവണതിന് മുമ്പ് ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ എന്റെ വരവ്. നിങ്ങളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താലാണ് എനിക്കൊരു ഉന്മേഷമൊക്കെ വരുള്ളൂ. നമ്മുടെ തട്ടിക്കൂട്ടി നെയ്ച്ചോറിന് കൂട്ടായിട്ട് ചിക്കൻ പാർട്സിന്റെ റോസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാ ഇന്നെ പോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റൗ ഇങ്ങനെ തുടക്കണ ഒരു സ്വഭാവങ്ങൾക്ക് ഉണ്ടോ? ഞാനിങ്ങനെ തുടക്കും ചെയ്യും, എന്നിട്ട് പാനിലോ പാത്രത്തിലോ പോയി കൈ വെച്ചിട്ട് പൊള്ളിക്കും ചെയ്യും. എത്ര വേണ്ടെന്ന് വെച്ചാലും അറിയാണ്ട് അങ്ങനെ ചെയ്തു പോണതാണ്. അതുപോലെ തന്നെ ഇടക്കിടക്ക് കൈ വെക്കുന്ന സ്വഭാവവും. ഈ പാർട്സിന് നല്ല വേവ് വേണ്ടതുകൊണ്ട് തന്നെ ഞാനൊന്ന് കുക്കറിൽ വേവിക്കണുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഇങ്ങനത്തെ പാർട്സ് ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യാറ്. ഇന്നിപ്പോ ഫ്രൈ ചെയ്യാൻ മടി കാരണം ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് നമ്മുടെ കുക്കിംഗ് ഒക്കെ സൈഡ് ആയിക്കൊണ്ടിരുന്നപ്പോ ഈ സൈഡിൽ നമ്മളെ ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്റെ വാഷിംഗ് മെഷീൻ നിൽക്കുന്ന സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ തല തിരിഞ്ഞോണ്ട് എന്റെ വാഷിംഗ് മെഷീനും തല തിരിഞ്ഞു എന്ന് നിങ്ങൾ കരുതരുത്. സാഹചര്യ സമ്മർദ്ദം മൂലം അങ്ങനെ ആയതാണ് കേട്ടോ. ഇന്നിപ്പോ പ്രൊഡക്റ്റീവ് ആവണോണ്ട് തന്നെ ഫുൾ ക്ലീനിങ് ആണ്. ഈ ക്ലീനിങ്ങിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഭയങ്കര രസമാവും. അത് കുറച്ചൊക്കെ ഒന്ന് കഴിയുമ്പോഴാണ് നമ്മൾ കുടുങ്ങിയെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഇതാണ് കംപ്ലീറ്റ് ആക്കാല്ലേ. സംഗതി വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ വീഡിയോയിൽ മാത്രാട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലീനിങ്ങിലാണ് നമ്മുടെ കാണാതായി പോയ സാധനങ്ങളൊക്കെ കിട്ടുക. ഈ ഒരു ക്ലീനിങ്ങിന് ആ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്ലീനിങ് ഒക്കെ ഒരു ASMR ആയിട്ട് കണ്ടാലോ? എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇത് ക്ലീൻ ആക്കി എടുത്തേക്കാൾ സ്പീഡിൽ കേടെടുത്താലെ കയ്യോ എനിക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ എന്നും ആ ഒരു വൃത്തി പ്രതീക്ഷിക്കേ വേണ്ട. അതിനിടയ്ക്ക് അലക്കാനിട്ടിന്റെ ഡ്രസ്സൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തോരട്ടെടുക്കാം. ഈ ഒരു പണി ഇന്റേതല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ നാസി ചെയ്യേണ്ട പണിയാണ്. ഇന്നിപ്പോ ഞാൻ ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ 10th +1 +2 ആ ഒരു കാലഘട്ടത്തിലാണ്. വല്ലാണ്ട് മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും അന്ന് മുതലേ എനിക്ക് മേക്കപ്പിനോടൊക്കെ വല്ലാത്തൊരു മഹബത്താണ്. എന്റെ താത്താന്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് നോക്കെ ഓരോന്ന് പൊക്കിയിട്ടാണ് അന്ന് ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരുന്നത്. അന്നൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് സ്കൂൾക്ക് പോവാൻ തന്നെ എനിക്ക് പേടിയെന്ന്. എന്നാലും മേക്കപ്പിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇത്തിരിയൊക്കെ ഇട്ടിട്ട് പോകും. അന്നൊക്കെ ക്ലാസ്സിലെ മേക്കപ്പ് ഇട്ട് പോയാൽ കുട്ടികൾ കളിയാക്കും. അതുകൊണ്ടാണ് കേട്ടോ മേക്കപ്പ് ഇട്ട് സ്കൂളിൽ പോകാനില്ല പേടി. പിന്നെ +1 +2 ഒക്കെ ആയപ്പോ ആ കളിയാക്കണ പേടി അങ്ങ് മാറി. ഈ മേക്കപ്പ് ചെയ്യണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ, അതിനൊക്കെ പേടിക്കണ എന്തിനാന്ന് ചിന്തിച്ചു തുടങ്ങി. അന്നൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യണ്ടെന്ന് പറയാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം അന്ന് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വലിയ തെറ്റുള്ള കാര്യമായിരുന്നു. ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും ഓള് ഭയങ്കര പുട്ടിന്ന് പറയണ കാലം. അത് ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ. ഈ മേക്കപ്പ് ഇടുന്നത് വേറെ ലിപ്സ്റ്റിക് ഇടുന്നത് വേറെ എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഈ പറയണോൽക്കില്ല. ഈ മേക്കപ്പ് ചെയ്യണ പെൺകുട്ടികൾ ചീത്തതും ചെയ്യാത്തവരൊക്കെ നല്ല പെർഫെക്റ്റും എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു ചിന്താഗതി ആണുങ്ങൾക്ക് മാത്രല്ല ചില പെണ്ണുങ്ങൾക്കും ഉണ്ട്. നമ്മൾ നല്ല പോലെ ഒരുങ്ങി നടക്കുന്നത് ചിലവർക്ക് പിടിക്കൂല, അതാണ് കാര്യം. പിന്നെ ഒരു ടീം
ഡ്രീംസ് ഉണ്ട്, ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യൂല, എനിക്ക് മേക്കപ്പ് ചെയ്യണത് ഇഷ്ടമല്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ. എന്നാ പിന്നെ ഇത്തിരി ലിപ്സ്റ്റിക് ഇടും, ഇത്തിരി കണ്ണെയ്തും, അതൊന്നും മേക്കപ്പിൽ പെടൂല കേട്ടോ. പക്ഷെ ഇപ്പൊ കൊറേ മാറി, എല്ലായിടത്തും നേരെ വെളുത്ത് തുടങ്ങിയെന്ന് പറയാം. അപ്പൊ ആൺകുട്ടികൾ വരെ ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നുമ്പോഴാണ് നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുക. അല്ലാണ്ട് ചെറുവിൽ പറയുന്ന പോലെ വേറെ ലോലെ കാണിക്കാനൊന്നുമല്ല നമ്മൾ മേക്കപ്പ് ചെയ്യണേ. നമ്മളെ പൈസക്ക് പ്രൊഡക്ട്സ് വാങ്ങി അത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേറെ ലോലെ എന്തിനു പേടിക്കണേ? നിങ്ങളെ ഇഷ്ടം പോലെ ഒരുങ്ങിക്കോളി. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് കുറച്ച് ജ്വല്ലറീസ് ഒക്കെ സെറ്റ് ആക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ ഒരു മെയിൻ കാര്യം മറന്നുപോയത്. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ല. അങ്ങനെ ഐബ്രോസ് ഒക്കെ സെറ്റ് ആക്കി എടുത്തു. ഇന്നിപ്പോ ഞാൻ ഈ ഒരു ഗ്രേപ്പ് കളർ അബായ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അബായസിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. പിന്നെ ഈ കെട്ടി ഒരുങ്ങി പോണത് വേറെ ഒടുക്കുമല്ല കേട്ടോ, നമ്മുടെ ബാക്കിൽ തന്നെയല്ലേ ഒരു കോർണിഷ്കാണ്. ഞങ്ങളെ റൂമിൽ നിന്ന് 5 മിനിറ്റ് ഉള്ളൂ ഈ ഒരു കോർണിഷ്ക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വന്നിരിക്കലാണ് പരിപാടി. എനിക്ക് വൈറ്റമിൻ ഡിന്റെ കുറവ് നല്ല പോലെ ഉണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മളെ റൂമിക്ക് വേണ്ട പോലെ സൺലൈറ്റ് കിട്ടണമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീക്കെൻഡ് ഒക്കെ വരുമ്പോഴാണ് എനിക്ക് സൺലൈറ്റ് കാര്യമായിട്ട് കിട്ടുക. ഈ വൈറ്റമിൻ ഡിന്റെ കുറവ് വലിയൊരു പ്രശ്നമാണ്. അതിപ്പോ കുറച്ചു കാലമായിട്ട് എനിക്ക് നല്ല പോലെ മനസ്സിലാവണുണ്ട്. ഇപ്പൊ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കോർണിഷിൽ വന്നിരിക്കാൻ വേറൊരു രസം കൂടി ഉണ്ട് കേട്ടോ. അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിലിപ്പോ 2 ഉണ്ട് ഗുണം. വൈറ്റമിൻ ഡിയും കിട്ടും, എന്നാൽ നമ്മൾ കപ്പിൾസിന് കുറച്ച് പേഴ്സണൽ ടൈമും കിട്ടും. ഇതിപ്പോ റൂമൊന്നും കിട്ടും, പക്ഷേ ഈ ഒരു വൈബ് ആ റൂമൊന്നും കിട്ടും. ഇങ്ങനെ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാല് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കാമായിട്ട് കോർണിഷ് കണ്ടാലോ? അങ്ങനെ അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാണ്. ഇവിടെ കോർണിഷില് ഓരോ സീസണിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ആഴ്ച കാണുന്ന ഫ്ലവേഴ്സ് ആവില്ല ചിലപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണുന്നത്. ഇതൊക്കെ എപ്പൊ നടണു എപ്പൊ പറിച്ചിടണു എന്നൊന്നും നമുക്ക് അറിയൂല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവായിരുന്നു ഞങ്ങൾ. ഇന്നിപ്പോ നൈറ്റില് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. റൂമിലൊക്കെ എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അതിന് പോകണം. ഇപ്പൊ വിന്റർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫെസ്റ്റിവൽ സീസൺ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ വീക്കിലും ഓരോ സ്ഥലത്ത് ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. അങ്ങനെ പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിൽ നല്ല പോലെ ക്രൗഡ് ഉണ്ടായിരുന്നു. ഫേമസ് ആയിട്ടുള്ള 4 ഗസ്റ്റ് ആണ് ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ വരുന്നത്. കൂട്ടത്തില് കുറെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗസ്റ്റ് കുറച്ച് ലേറ്റ് ആവണോണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വ്രതശുദ്ധിയുടെ പുണ്യഭൂമിയായിട്ടുള്ള സൗദി അറേബ്യയിൽ വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. 2019 ആദ്യമായിട്ട് റിയാദിൽ വരാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ആദ്യമായിട്ട് ദമാമിലും വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു നമ്മുടെ ചിത്ര ചേച്ചിയും സിംഗർ അഫ്സലിക്ക്, സിംഗർ ശ്രീരാഗ് ആൻഡ് അനാമിക, അങ്ങനെ 4 പേരായിരുന്നു കേട്ടോ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആ 4 പേര് കൂടിയിട്ട് അടിപൊളിയായിട്ട് കുറേ പാട്ട് പാടിയിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവണോണ്ട് മാത്രം ഞാൻ ആ പാട്ടൊന്നും ഇവിടെ ആഡ് ആക്കണില്ല എന്ന് മാത്രം. അത്രക്ക് അടിപൊളിയായിരുന്നു അന്നത്തെ ഗസ്റ്റും ഒരു പാടിയ പാട്ടാളും. അങ്ങനെ പ്രോഗ്രാമും കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഡിന്നറും കഴിച്ചിട്ട് നേരെ തിരിച്ച് റൂമിൽ പോയി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.